പങ്കുവെക്കുന്നത് നിത്യജീവിതത്തിൽ വളരെ പ്രയോജനമുള്ളതും ഗണിതശാസ്ത്രത്തിലെ വളരെ ലളിതവുമായ ഒരു തത്വമാണ്. ഇതാണ് നമ്മുടെ പീജിയൺ ഹോൾ പ്രിൻസിപ്പിൾ. നമുക്കിതൊരു എക്സാമ്പിളിലൂടെ നോക്കിയാലോ? എന്റെ വീട്ടിൽ 5 പ്രാവുകളുണ്ട്. പക്ഷെ 4 പീജിയൺ ഹോളുകൾ മാത്രമേ ഉള്ളൂ. എന്റെ ഒന്നാമത്തെ പ്രാവ് ഒന്നാമത്തെ ഹോളിലും, രണ്ടാമത്തെ പ്രാവ് രണ്ടാമത്തെ ഹോളിലും, മൂന്നാമത്തെ പ്രാവ് മൂന്നാമത്തെ ഹോളിലും, നാലാമത്തെ പ്രാവ് നാലാമത്തേതിലും അക്കോമഡേറ്റ് ചെയ്യും. ഇനിയും ഒരാൾ മിച്ചമുണ്ട്. ആ ആൾ എവിടെ അക്കോമഡേറ്റ് ചെയ്യും? ഈ 4 ഹോളുകളല്ലേ ഉള്ളൂ. 4 ഹോളുകളിൽ ഏതെങ്കിലും ഒരെണ്ണത്തിലല്ലേ അതും അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? പ്രാവുകളുടെ എണ്ണം ഹോളുകളെക്കാൾ കൂടുതലാണെങ്കിൽ ഒരു ഹോളിൽ ഒന്നിൽ കൂടുതൽ പ്രാവുകൾ അക്കോമഡേറ്റ് ചെയ്യും. ഇതാണ് നമ്മുടെ പീജിയൺ ഹോൾ പ്രിൻസിപ്പിൾ. നമുക്കിതൊന്ന് നോക്കിയാലോ? If n pigeons are accommodated in m pigeon halls, where n greater than m, then at least one pigeon hall will contain more than one pigeon. ഇതിനെ ഒന്ന് ജനറലൈസ് ചെയ്താലോ? ഇതാണ് നമ്മുടെ ജനറലൈസ്ഡ് പീജിയൺ ഹോൾ പ്രിൻസിപ്പിൾ. നോക്കാം. If n pigeon halls are occupied by kn plus 1 pigeons, where k is a positive integer, then at least one pigeon hall is occupied by k plus 1 or more pigeons. നമുക്കിതൊരു എക്സാമ്പിളിലൂടെ നോക്കാം. Find the minimum number of students in the class to be sure that 3 of them were born in the same month. അതായത് ഒരു ക്ലാസ്സിൽ 3 കുട്ടികൾക്ക് ഉറപ്പായിട്ടും ഒരേ മാസം ബർത്ത്ഡേ വരണമെങ്കിൽ ആ ക്ലാസ്സിൽ മിനിമം എത്ര കുട്ടികൾ ഉണ്ടാകും? നമുക്കൊന്ന് സാധാരണ രീതിയിൽ നോക്കിയാലോ? നമുക്കറിയാം 3 കുട്ടികൾ വന്നിട്ടുണ്ടെങ്കിൽ 3 കുട്ടികൾക്ക് ഒരേ മാസം ചിലപ്പോൾ ബർത്ത്ഡേ വരാം. 4 കുട്ടികളാണെങ്കിലും ചിലപ്പോൾ 3 കുട്ടികൾക്ക് ഒരേ മാസം ബർത്ത്ഡേ വരാം. പക്ഷെ ഉറപ്പില്ല. 12 കുട്ടികളാണെങ്കിൽ ഏറ്റവും വേഴ്സ്റ്റ് സിറ്റുവേഷൻ എടുത്തു കഴിഞ്ഞാൽ 12 കുട്ടികൾക്കും ഡിഫറെന്റ് ആയിട്ടുള്ള 12 മാസത്തിൽ ബർത്ത്ഡേ വരാം. ഇനി 13ാമത്തെ കുട്ടി എടുത്താലോ? ഉറപ്പായിട്ടും ഒരാൾക്കെങ്കിലും ഒരു മാസത്തിലെങ്കിലും 2 കുട്ടികൾക്ക് ബർത്ത്ഡേ വരാം. അങ്ങനെ 24 കുട്ടികളാകുമ്പോഴോ അവിടെ നമുക്ക് 2 കുട്ടികൾക്ക് വീതം ഒരേ മാസം ബർത്ത്ഡേ വരാം. 25 ആകുമ്പോഴോ ഉറപ്പായിട്ടും 3 കുട്ടികൾക്ക് ഒരേ മാസം ബർത്ത്ഡേ വരാം. ഇങ്ങനെ നമുക്കിത് കണ്ടുപിടിക്കാം. പക്ഷെ വലിയ നമ്പേഴ്സ് ആണെങ്കിലോ? ഇത് നമുക്ക് സിമ്പിൾ ആയിട്ട് പീജിയൺ ഹോൾ പ്രിൻസിപ്പിൾ ഉപയോഗിച്ച് ചെയ്യാം. നമുക്കറിയാം ഇവിടെ പീജിയൺ ഹോളിന്റെ സ്ഥാനത്ത് എന്താണ് വന്നിരിക്കുന്നത്? നമ്മുടെ മാസങ്ങളാണ്. n = 12. അതുപോലെ തന്നെ 3 കുട്ടികൾക്ക് ഒരേ മാസം ബർത്ത്ഡേ ആഘോഷിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് k plus 1 = 3 ആയിരിക്കണം. That is k = 2 വരണം. അതായത് അങ്ങനെ വരുമ്പോൾ പീജിയൺ ഹോൾ പ്രിൻസിപ്പിൾ പറയുന്നത് എന്താണ്? kn plus 1 pigeonsനെയാണ് അവിടെ അക്കോമഡേറ്റ് ചെയ്യാന്നാണ്. അതായത് 2 × 12 plus 1, that is 25. അതായത് നമുക്ക് എന്ത് കിട്ടി? 25 കുട്ടികളാണ് ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന മിനിമം കുട്ടികൾ. ഇപ്പോൾ പീജിയൺ ഹോൾ പ്രിൻസിപ്പിൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. താങ്ക് യു.